ഫസ്റ്റ് ഓൺ റിപ്പോർട്ട്. നടൻ ഷൈൻ ടോം ചാക്കോയ്ക്കെതിരായ ലഹരി കേസിൽ പോലീസിന് തിരിച്ചടി. ഷൈൻ ടോം ചാക്കോ ലഹരി ഉപയോഗിച്ചെന്ന് പരിശോധനയിൽ തെളിയിക്കാനായില്ല. ഷൈനിനെയും സുഹൃത്തിനെയും പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാക്കി കോടതിയിൽ റിപ്പോർട്ട് നൽകും. FSL റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കേസ് നിലനിൽക്കില്ലെന്ന് നിയമോപദേശം ലഭിച്ചതിന് പിന്നാലെയാണ് നീക്കം. താൻ ലഹരി ഉപയോഗിക്കാറുണ്ടായിരുന്നുവെന്നാണ് ഷൈൻ മൊഴി നൽകിയിരുന്നത്. ഹോട്ടലിൽ മുറിയെടുത്ത് ഷൈനും സുഹൃത്തും ലഹരി ഉപയോഗിച്ചെന്നായിരുന്നു കേസ്. SS ശരൺ നമുക്കൊപ്പം. SS ശരൺ, ലഹരി ഉപയോഗിക്കാറുണ്ടായിരുന്ന ഒരാൾ പക്ഷേ ആ പിടികൂടുന്ന വേളയിൽ ലഹരി ഉപയോഗിച്ചുവെന്ന് തെളിയിക്കാൻ പോലീസിന് കഴിഞ്ഞില്ല എന്ന് വേണ്ടേ മനസ്സിലാക്കാൻ? സുജി, അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട്, ഈ കേസുമായി ബന്ധപ്പെട്ട തുടക്കം മുതൽ തന്നെ പോലീസിനെ സംബന്ധിച്ച് ചില വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ടെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിൽ നേരത്തെ ഷൈൻ ടോം ചാക്കോ കഴിഞ്ഞ ഏപ്രിലിലാണ് ഈ സംഭവം നടക്കുന്നത്. ഒരു സ്വകാര്യ ഹോട്ടൽ മുറിയിൽ ഷൈനും സുഹൃത്തും ഉണ്ടായിരുന്നു. ആ സമയത്ത് ഡാൻസർ സംഘം അവിടേക്ക് എത്തിയപ്പോൾ ഷൈൻ ജനൽ വഴി ചാടി ഇറങ്ങി ഓടിയൊക്കെ തന്നെ നമ്മൾ കണ്ടിരുന്നതാണ്. അപ്പോൾ പോലീസിനെ സംബന്ധിച്ച് വലിയ സംശയമുണ്ടായിരുന്നത് ഷൈൻ ഓടിയത് ലഹരി വസ്തുക്കൾ ഒളിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടായിരുന്നു എന്നുള്ളതാണ്. പിന്നീട് ഷൈൻ്റെ ആ ഓട്ടം എത്തിക്കുന്നത് തമിഴ്നാട്ടിലാണ്. പോലീസ് ചോദ്യം ചെയ്യലിനായി നോട്ടീസ് നൽകുന്നു. അങ്ങനെ ഷൈനെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുന്നു. അപ്പോൾ ഷൈൻ പറഞ്ഞിരുന്നത് താൻ നേരത്തെ നിരന്തരം ലഹരി ഉപയോഗിച്ചിരുന്നു, എന്നാൽ അന്നത്തെ ദിവസം ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ പോലീസിനെ സംബന്ധിച്ച വൈദ്യപരിശോധനയിലേക്ക് പോകേണ്ടതുണ്ട്. എന്നാൽ രക്തപരിശോധന നടത്തിയത് കൊണ്ട് ഗുണമുണ്ടാകില്ല എന്നുള്ളത് നേരത്തെ തന്നെ പോലീസ് വിലയിരുത്തിയിരുന്നതാണ്. കാരണം 3 ദിവസം ശേഷം, ഈ സംഭവം ഉണ്ടായി 3 ദിവസം ശേഷമാണ് ഷൈനെ ചോദ്യം ചെയ്തിരിക്കുന്നത്. അപ്പോൾ നഖം, മുടി അടക്കമുള്ള സാമ്പിളുകൾ ശേഖരിച്ച് അത് പരിശോധനയ്ക്കായി അയക്കുകയും ചെയ്തിരുന്നു. അതിന്റെ FSL റിപ്പോർട്ടാണ് ഇപ്പോൾ പോലീസിന് ലഭിച്ചിരിക്കുന്നത്. അങ്ങനെ FSL റിപ്പോർട്ട് തന്നെ വലിയ തിരിച്ചടിയായി മാറിയിരിക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പോലീസിനെ സംബന്ധിച്ച് എന്തെങ്കിലും ഒരു തെളിവ് ഈ കേസുമായി ബന്ധപ്പെട്ട് ശേഖരിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ സ്വാഭാവികമായിട്ടും അവർക്ക് കുറ്റപത്രവുമായി മുന്നോട്ട് പോകാൻ കഴിയുമായിരുന്നു. പക്ഷേ യാതൊരുവിധ തെളിവുകളും ഇതുമായി ബന്ധപ്പെട്ട് ശേഖരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവായി മാറുമെന്ന് പോലീസ് കണ്ടിരുന്നത് FSL റിപ്പോർട്ടാണ്. അത് തന്നെ വലിയ തിരിച്ചടിയാണ്. ഇതിന് പുറമെ ഈ ക്രൈം നടന്നു എന്ന് പോലീസ് പറയുന്ന സ്ഥലം, അത് ഹോട്ടൽ മുറിയാണ്. ഹോട്ടൽ മുറിയിൽ നിന്ന് ലഹരി വസ്തുക്കൾ പിടിച്ചെടുക്കാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. ഒപ്പം തന്നെ ഷൈൻ ആ മുറിയിലേക്ക് എത്തിയത് ലഹരി ഉപയോഗത്തിന് വേണ്ടിയാണെന്ന് തെളിയിക്കുന്ന ഡിജിറ്റൽ തെളിവുകളും പോലീസിന് ലഭിച്ചിട്ടില്ല. ഈ ഒരു സാഹചര്യത്തിലാണ് ഷൈനെയും രണ്ടാം പ്രതിയായ സുഹൃത്ത് അഹമ്മദ് മുർഷാദിനെയും പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാക്കിക്കൊണ്ട്. ശരി, SS ശരണാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.